ഹലോ, ഇന്ന് നമ്മൾ ഒരു റേസ് ബെഡ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കുവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ എങ്ങനെയാണ് ഞാൻ ഈ റേസ് ബെഡ് ഉണ്ടാക്കുന്നതെന്ന്. കഴിഞ്ഞ തവണ കാണിച്ചതൊരു ചെറിയ ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വലുത് ഉണ്ടാക്കി. അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾ റേസ് ബെഡ് ആക്കാനായിട്ടാണ് നമ്മുടെ ഗോള്. സോ ഇത് ഞാൻ ഫില്ല് ചെയ്യുന്നത് വേറൊരു ദിവസം വേറൊരു വീഡിയോയിൽ പുതിയൊരു റേസ് ബെഡ് ചെയ്യുമ്പോൾ കാണിക്കാം. ബിക്കോസ് ഞാൻ ഈ റേസ് ബെഡ് ചെയ്തപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. സോ ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മുടെ ഇവിടുത്തെ ഈ ചെടികളുടെ ബ്രാഞ്ചസും മരങ്ങളുടെ കഷ്ണങ്ങൾ മുളിച്ച് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഇത്രയും വരെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു 6 ഇഞ്ച് നമ്മൾ നല്ല ഫെർട്ടൈൽ സോയിലും കമ്പോസ്റ്റും വാം കാസ്റ്റിങ്ങും പെർലൈറ്റൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മളിത് ഈ ബെഡൊന്ന് നനച്ച് കൊടുക്കും. അപ്പോൾ ഇത് ഞാൻ റെസ്റ്റിൽ ഇട്ടേക്കുമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാതെ ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലത്തെ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെ ഇതാണ് ഏറ്റവും ചീപ്പ് ഫില്ലിംഗ് റേസ് ബെഡ്. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സോയിൽ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ സോയിൽ ഹെൽത്താണ് ഏറ്റവും നമ്മൾ നോക്കേണ്ട കാര്യം. നമ്മൾ പറയില്ല, ഹെൽത്തി മൈൻഡ് ഫ്രൂട്ട്സ് ഹെൽത്തി തോട്ട്സ് എന്ന് പറയുന്ന പോലെയാണ് ഹെൽത്തി സോയിൽ ഫ്രൂട്ട്സ് ഹെൽത്തി പ്ലാന്റ്. അപ്പം നമ്മളിത് ഒന്ന് ആദ്യം നനയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നല്ല ഓർഗാനിക് ഫെർട്ടൈൽ സോയിൽ ഇടും, കമ്പോസ്റ്റ് ഇടും, വാം കാസ്റ്റിംഗ് ഇടും, പെർലൈറ്റൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കും. ഇത് നനച്ചിടും. എന്നിട്ട് അടുത്ത ദിവസം നമുക്കിതിൽ വെജിറ്റബിൾസ് ഗ്രോ ചെയ്യാൻ, ഇവിടുത്തെ ഫോൾ സീസണിൽ വെജിറ്റബിൾ ഗ്രോ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ സോയിൽ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഇടും. ഈ സോയിൽ നമുക്ക് ആദ്യം ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ സോയിലിട്ട് ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യണം, നല്ല സോഫ്റ്റ് ആക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ നനച്ച് കൊടുക്കും. ആസ് ഐ സെഡ്, നമ്മുടെ സോയിലിൻ്റെ ക്വാളിറ്റിയാണ് ഡിസൈഡ്സ് ദ quality of our plants. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കോമ്പോസ്റ്റ് ഇട്ടു. ശരി, നമ്മൾ വീട്ടിലെ കോമ്പോസ്റ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. സോയിൽ കോമ്പോസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും. നമുക്ക് അത്രയ്ക്കധികം കോമ്പോസ്റ്റ് കിച്ചൺ കോമ്പോസ്റ്റ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സോയിലിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കമ്പോസ്റ്റും വാം കാസ്റ്റിങ്ങും പെർലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെള്ളമൊക്കെ നനച്ച് റെഡിയാക്കും. നമ്മളിങ്ങനെ സോയിലിൻ്റെ മുകളിൽ കമ്പോസ്റ്റും വാം കാസ്റ്റിങ്ങും പെർലൈറ്റും ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. റേക്ക് ഉണ്ടെങ്കിൽ റേക്ക് വെച്ച് മിക്സ് ചെയ്യാം. പക്ഷേ എനിക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാനാണ് ഇഷ്ടം. ബിക്കോസ് ദെൻ നമുക്ക് മനസ്സിലാവും എത്ര സോയിലിൻ്റെ ടെക്സ്ചർ മനസ്സിലാവണമെങ്കിൽ
കൈ വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ കട്ടകളൊക്കെ എടുത്ത് കളയുകയും ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റായി. ഇപ്പോൾ നമ്മൾ ഇത്രയും ലെയർ ചെയ്തില്ലേ, അപ്പോൾ ഇനി ഇപ്പോൾ എത്ര ഡിഗ് ചെയ്താലും കൈൻഡ് ഓഫ് ഫുൾ നല്ല സോയിലാണ്. പിന്നെ റൈസ് ബെഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു 3-4 മാസം മുമ്പ് തുടങ്ങും ഈ പരിപാടി. ബിക്കോസ് എന്നാലേ നമുക്ക് ഇതിനകത്ത് ഇലകളൊക്കെ കിട്ടുമ്പോൾ ഇലകളൊക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരു മെഷീനുണ്ട്. അപ്പോൾ അത് ഇല ചോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇല ഇട്ടേക്കുന്നത്. സോ ദാറ്റ് ഇറ്റ്സ് ഈസി ടു ബ്രേക്ക് ഡൗൺ. നമ്മൾ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന മണ്ണും വീട്ടിൽ തന്നെ നമ്മുടെ ഗ്രൗണ്ടിലുള്ള മണ്ണും നമുക്കിവിടെ കിട്ടുന്ന കമ്പോസ്റ്റും ഒക്കെയാണ് നല്ലത്. പക്ഷെ ഞാൻ പുറത്തുനിന്ന് കമ്പോസ്റ്റ് വാങ്ങിക്കുന്നത് എനിക്കിവിടെ അധികം കമ്പോസ്റ്റ് ഇല്ല. ഇനി പതിയെ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എൻ്റെ ഗോള്. സോ ദാറ്റ് സെൽഫ് സഫിഷ്യൻ്റ് ആകുമ്പോൾ നമുക്ക് പിന്നെ കടയിൽ നിന്ന് ഇങ്ങനത്തെ സോയിലും ഒക്കെ വാങ്ങിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാരെപ്പോഴാണ് അത് മടുത്ത് പോകുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നന്നായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ 3/4 ബെഡ് ഞാൻ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നിറച്ചത്. 1/4 ബെഡ് കടയിലെ ഒരു സോയിൽ ബാഗും കോമ്പോസ്റ്റും എർത്ത് വോമിൻ്റെ കാസ്റ്റിങ്ങും പെർലൈറ്റൊക്കെ ഇട്ടുള്ളൂ. അത് 3/4 നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത ഇലകളും മരങ്ങളുടെ ചില്ലകൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒക്കെയാണ്. സോ സീ ഹൗ സോഫ്റ്റ് ഇറ്റ് ഈസ്. കണ്ടോ, അത് നമ്മൾ അത്രയും ഡിഗ് ചെയ്ത് നമുക്ക് ചെടി ഇനി നടാം. ഇപ്പോൾ ഒരു 6 to 8 ഇഞ്ച് നടന്നതിൻ്റെ നല്ല സോയിലിട്ട് വേണം നമ്മൾ റൈസ് ബെഡ് സെറ്റ് ചെയ്യാനായിട്ട്. ബിക്കോസ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാണല്ലോ, നമ്മുടെ എർത്തിലെ അല്ലല്ലോ, നമ്മൾ റൈസ് ചെയ്തിട്ട് ഒരു ബെഡ് ഉണ്ടാക്കിയെടുക്കുമല്ലേ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇനി നമുക്ക് വെള്ളം കൂടെ നനച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിയും. എന്നിട്ട് നാളെ നമുക്ക് ഇതിൽ ഫോളിൽ ഇവിടെ നടാൻ പറ്റിയ വെജിറ്റബിൾസ് നോക്കിയിട്ട് നമുക്കതിൽ സെറ്റ് ചെയ്യാം. പിന്നെ വെള്ളവും സെറ്റ് ചെയ്യണം. നന്നായിട്ട് ഓരോ കോണറിൽ നനച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഒരു തവണ നനച്ചിട്ട് നമ്മളൊന്ന് മറിച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ ഒന്നും കൂടെ നനയ്ക്കും. പിന്നെ ഒന്നും കൂടെ ടില്ല് ചെയ്യും, കൈ വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ നനയ്ക്കും. അപ്പോൾ ഹോൾ ഏരിയ നനയും. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലെ ഭാഗം മാത്രമേ നനയുള്ളൂ, അകത്തേക്ക് സോക്കാവില്ല. അകത്തേക്ക് സോക്കാവണമെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മറിച്ച് കൊടുക്കണം. അങ്ങനെ കുറച്ച് നേരം നനയ്ക്കുക. അത് കഴിഞ്ഞ് വെള്ളമൊന്ന് ഓഫ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഒന്ന് കൈ വെച്ച് അങ്ങനെ എന്താ ചിലപ്പോൾ അകത്തേക്ക് പോകണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ മറിച്ച് കൊടുക്കും കൈ വെച്ച്, സോ ദാറ്റ് അകത്തേക്കൊക്കെ വെള്ളം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഇവിടെ കുറച്ചകത്തേക്ക് ആയപ്പോഴത്തേക്കും ഡ്രൈ ആയതുകൊണ്ടാണ്. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മളങ്ങനെ
കുഴച്ചൊക്കെ കൊടുക്കും കൈ വെച്ചിട്ട്. അപ്പോൾ വന്നിട്ട് ഒന്നും കൂടെ നനച്ച് സെറ്റ് ചെയ്തിടും. എന്നിട്ട് നാളെ അടുത്ത ദിവസം ശരിയാക്കാം. ഇറ്റ്സ് വെരി സോഫ്റ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വലിയ നമ്മുടെ മരക്കഷ്ണമൊക്കെ അത് നമുക്ക് എടുത്ത് മാറ്റാം. എപ്പോഴും സോഫ്റ്റായിട്ടുള്ള ആണ് നമുക്ക് നല്ലത്. Okay, see you in the next video. Bye.